ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും നല്ല ഉയർച്ചയും സാമ്പത്തികമൊക്കെ കിട്ടാനും അതിനേക്കാൾ നല്ല ജോലി കിട്ടാനും വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങൾ നിങ്ങളെ വിരൽത്തുമ്പിലുണ്ടായിരിക്കും. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടും അതുപോലെ അത് ചെയ്യാനുള്ള തയ്യാറായതുകൊണ്ടുമാണ് ഈ നാട് അല്ലെങ്കിൽ ഈ ലോകം തന്നെ ഈ നിലനിന്നു പോകുന്നത്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വളരെയധികം സ്റ്റെക്കാവുന്നത് ആകെ ബന്ധനാവസ്ഥ വരും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഓരോ പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വണ്ടി ഓടിച്ചിട്ടും ട്രെയിലറൊക്കെ ഓടിച്ചിട്ടാണ് എത്തുന്നത്. അത് വണ്ടി ഓടിക്കാൻ ജോലി മാത്രമല്ല, അത് ആ വ്യക്തിയുടെ ക്രൈസും കൂടി ആയതുകൊണ്ടാണ് അയാൾ അത് ജോലി നിലനിന്ന് പോകുന്നത്. അതല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വേണ്ടാ നിൽക്കും. കാരണം ആ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടെങ്കിലും നമുക്ക് ജീവിക്കാന്നുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും വ്യത്യസ്തമായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ആ ഒരു ക്രൈസ് കൂടി ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ജോലി ഇവിടെ നടക്കുള്ളൂ. അപ്പോൾ ഒരു ദേവന്റെ സൃഷ്ടിയും കൂടിയാണ് നമുക്ക് ഓരോ ജോലികൾ ചെയ്യാനുള്ള മാനസികപരമായിട്ടുള്ള അവസ്ഥ ഓരോരുത്തരിലും ഉണ്ടാവുന്നത്. ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് കോരാൻ ആളില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഈ നാട്ടിലെ അവസ്ഥ അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ്. അതൊരു ദൈവിക സൃഷ്ടി തന്നെയാണത്. അതുപോലെ തന്നെ വ്യഭിചാരം തന്നെ ഈ പഴയ കാലത്ത് തന്നെ രാജകുടുംബ കാലത്ത് തന്നെ ദേവദാസികൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു വിഭാഗക്കാരുണ്ടായിരുന്നു. അതും ഈ ഒരു സമൂഹത്തിന്റെ എന്താ പറയുക മാന്യത നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അപമാനത്തോടു കൂടി കുറച്ച് പേര് അവിടെ ജീവിക്കുന്നത്. കാരണം അത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി മാന്യത നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വേശ്യാസ്ത്രീയൊക്കെ കണി കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ കൈനീട്ടം കിട്ടുമ്പോഴൊക്കെ അതൊരു വർക്കത്തും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഭയങ്കര ഐശ്വര്യം കൂടി ഉള്ളത്. അതൊരു ദൈവിക സൃഷ്ടിയാണ്, അതൊരു സ്വഭാവദൂഷ്യമല്ല. അതിന്റെ പിന്നിൽ ഒരു ഈശ്വര സൃഷ്ടിയുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള ജോലികളും നാട്ടിൽ ചെയ്തു പോകുന്നതും നിലനിന്ന് പോകാനും അത് ചെയ്യാനുള്ള മനസ്സുള്ളതൊക്കെ എല്ലാ ആളുകളുടെ ഈ നാടിന്റെ തന്നെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ്. അത് നമ്മൾ ആദ്യം ഒരു ബോധവാനാവുക. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണെങ്കിലും അത് അഭിമാനത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, അത് നല്ല മനസ്സോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോലി വേണമെന്ന് മനസ്സിലുള്ള ആഗ്രഹവും അത് നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗം കൂടി നമ്മൾ അന്വേഷിക്കുക. ആ അന്വേഷിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരാനും നല്ല ഉയർന്ന ജോലിയിലേക്ക് എത്തിപ്പെടാനുമുള്ള ഓരോ കടക്കുന്നതും അത് നല്ല ജോലി വന്നു ചേരാനുള്ള മാർഗം തുറക്കലും കൂടിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും ഈ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ജോലികളും അത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് നമ്മൾ ബോധവാനാവുക. കാരണം അതൊരു കുറച്ചിലായിട്ട് കണക്കാക്കണ്ട. പലതും പൊളിച്ചു നീക്കിയിട്ട് വേണം ഒന്ന് പണിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാലാണ് മറ്റൊന്നിന് വളവാവുള്ളൂ. അപ്പോൾ കയറ്റിറക്കം എന്നുള്ളതിൽ എല്ലാ ആളുകളിലും ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും ഈ ലോകത്തെ ഒരേ ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മറ്റ് ഒരു കാര്യം നാട്ടിൽ നടക്കും ചെയ്യില്ല. ഇപ്പൊ ഗവൺമെന്റ് തന്നെ നമ്മളിപ്പോ ഓരോ പ്രതിമ ഉണ്ടാക്കി 5,000 കോടി രൂപ 10,000 കോടി രൂപ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രതിമകളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാർത്ത കേൾക്കുമ്പോൾ പലവരും പറയാറുണ്ട്, അതൊക്കെ ഓരോ കോടി രൂപ വെച്ച് ആൾക്കാർക്ക് കണ്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര സുഖമായിട്ട് ജീവിക്കായിരുന്നു എന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണ്. പക്ഷെ അത് ലോകം തന്നെ സ്തംഭിച്ചു പോകും. നമ്മുടെ നാട് എന്താ പറയാ സ്വിച്ച് ഓഫ് ചെയ്ത പോലെയും. കാരണം ഒരാളും ഒരു കാര്യം ചെയ്യാൻ പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഒരു കാര്യത്തിനും ഒരാളെയും കിട്ടാതെ അവരും ചെയ്യും. അപ്പോൾ എല്ലാതും ഉള്ളതും ഇല്ലാത്തവനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ ചക്രം തിരിഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ അതിലത്തെ ഒരു കണ്ണിയാണ് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിൽ വിചാരിക്കുക. കാരണം ഓരോ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും അത് നല്ലൊരു മനസ്സിന് സന്തോഷത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് വേണം, നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമം കൂടി ഉണ്ടാവുക. ജോലിയുടെ മാറ്റം എന്ന് പറയുന്നത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ
വന്നു ചേരാൻ സഹായിക്കുന്ന തരത്തിലുള്ളതും നമ്മുടെ കഴിവിനും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ളതുമായിട്ടുള്ള ജോലിയിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലവരും പറയാറുണ്ട് എന്ത് ചെയ്തിട്ടൊരു ഗതിയില്ല, അതുപോലെ തന്നെ ഇനി എന്തിനങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യം, നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോകും. പണിക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ നിലവിളിയും കരച്ചിലും. കാരണം എന്താ വെച്ചാൽ ഈ കഷ്ടപ്പാട് തന്നെ, ദാരിദ്ര്യം തന്നെ, ദുരിതം തന്നെ, എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒന്നെങ്കിൽ പണിക്ക് പോവാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സോട് കൂടിയിട്ട് പണിക്ക് പോവുക. എന്താ വെച്ചാൽ നമ്മളൊരു ജോലിക്ക് പോകണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള നല്ല മനസ്സോടു കൂടി പോവുക. അപ്പോൾ അത് എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഗുണവും വർക്കത്തും ഉണ്ടാവുള്ളൂ. ഇത് ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലതും ചെയ്യും, എന്നിട്ട് ഇരുന്ന് പ്രാവിയിട്ട് ആ കൊടുന്ന് പൈസ കൊണ്ട് തിന്ന മക്കൾക്കും കേടുപിടിക്കും. ആ തരത്തിലുള്ള പ്രാക്കും കൂടിയാണ്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുക. കാരണം വെച്ചാൽ നമുക്ക് വലിയ ജോലികളിലേക്ക് എത്തിപ്പെടാനുള്ള കഴിവോ വിദ്യയോ ഭാഗ്യമോ ഇല്ലെങ്കിൽ ചെയ്യുന്ന ജോലി തന്നെ നല്ല ഒരു മാനസികപരമായിട്ടുള്ള ഒരു സന്തോഷത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ജോലി, നമുക്ക് പറ്റുന്ന ജോലി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിയുന്നതും നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഒരു പ്രതിവിധിയാണ് ഇപ്പോൾ പറയുന്നത്. അത് ദൈവികപരമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കർമ്മപ്രയോഗങ്ങളിൽ ഒരാളാണ് നമ്മളും. അത് നമ്മുടെ ഹിതത്തിനനുസരിച്ച ഒരു രീതിയിലുള്ള കർമ്മത്തിലേക്ക് വന്നു ചേരാനുള്ള മാർഗമാണ് തുറക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ കുളിച്ച് ശുദ്ധമായിട്ട് ഭസ്മം തൊടലോ അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഒരു തുളസിയുടെ ഇല, 1-2 ഇല എടുക്കുക. എടുത്തിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു പലകയോ അല്ലെങ്കിൽ ഒരു തുണിയോ, അല്ലെ പുതിയ കോടി വസ്ത്രം വേണമെന്നൊന്നുമില്ല, ഇല്ലെങ്കിൽ നല്ലൊരു തുണി, നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു തുണിയോ വിരിച്ച് അതിൻ്റെ മേലെ ഈ തുളസി ഇല വെച്ചിട്ട് വേണം അതോടെ ഇരുന്ന് കൊണ്ടാണ് ജപിക്കേണ്ടത്. ഈ ജപിക്കുന്ന സമയത്ത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഗുരുർ ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അത് ചെല്ലുക. അതല്ലെങ്കിൽ ഓം ഗും ഗുരുഭ്യോ നമ എന്ന് ജപിച്ചാലും മതി. അത് ജപിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തിലെ തന്നെ സർവ്വ ഗുരുവായിട്ടുള്ള ഗുരുക്കന്മാരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഗണപതിയെ സ്മരിക്കുക. ഗണപതിയെ സ്മരിക്കുന്നതും ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്വജം സാഫലസാരഭക്ഷ, അത് ആ ഒരു മന്ത്രം അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക. അല്ലെങ്കിൽ ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക. ജപിച്ചതിന് ശേഷം വിഘ്നേശ്വര സർവ്വ വിഘ്നങ്ങളും തീർത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് വേണം. പഞ്ചഭൂതങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. പഞ്ചഭൂതങ്ങളെ അനുഗ്രഹിക്കണേ, നവഗ്രഹങ്ങളെ അനുഗ്രഹിക്കണേ, ധർമ്മദേവതകളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ പ്രപഞ്ചത്തിലെ സർവ ഋഷീശ്വരന്മാരെ, യോഗീശ്വരന്മാരെ അനുഗ്രഹിക്കുക. ഈ സർവ ഋഷീശ്വരന്മാരുടെയും യോഗീശ്വരന്മാരുടെയൊക്കെ സൃഷ്ടിയുടെയും ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയൊക്കെ അറിവിലാണ് നമ്മൾ ഇന്ന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെഴുതി വെച്ച ഗ്രന്ഥത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ അറിവുകളും അത് പൂർവികരാൽ പകർന്നു തന്നിട്ടുള്ള യോഗീശ്വരന്മാരുടെ ശാസ്ത്രജ്ഞന്മാർ എന്ന് ഇന്ന് നമ്മൾ പറയുന്ന അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ പറയുന്നതാണ് യോഗീശ്വരന്മാരെന്നും ഋഷീശ്വരന്മാരെന്നൊക്കെ. ആ ഋഷി വര്യന്മാരെയൊക്കെ നമ്മൾ നല്ലതുപോലെ സ്മരിക്കുക. അവരുടെ പരമ്പരകളെ ഒന്ന് സ്മരിക്കുക. ഈ സ്മരണ ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്മരിക്കുന്നത്, ഋഷീശ്വരന്മാരും ഗണപതിയെയും ഈ ധർമ്മദേവതകളെയും ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ സ്മരിക്കുന്നത് തന്നെ ആ വ്യക്തിയുടെ എന്തെന്ന് പറയുക എല്ലാ തരത്തിലുള്ള എളിമയ്ക്കും അതുപോലെ തന്നെ മാനസികവും ശാരീരികവും ബുദ്ധിപരമായിട്ടും രോഗപരമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഈശ്വര ചൈതന്യം കുടികൊള്ളാനും നല്ലൊരു ശുദ്ധ ഹൃദയം ഉണ്ടാവാനും ശാന്തിയും സമാധാനം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാ പ്രകൃതിയുടെ എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജിയും നമ്മളിലേക്ക് വലിച്ച് എടുക്കാനുള്ള കഴിവും അതുപോലെ ഒക്കെ ഉണ്ടാവുന്ന നല്ലൊരു മാനസിക ശക്തി ഉണ്ടാവുന്ന ഒരു സ്മരണയും കൂടിയാണിത്. അപ്പം അത് ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റേത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രകൃതിയെയും ഈ ഋഷീശ്വരന്മാരെയൊക്കെ നമ്മൾ സ്മരിക്കേണ്ടതാണ്. അവരുടെ
ഈ അവരുടെയൊക്കെ സ്മരണ കൊണ്ട് തന്നെയാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വന്നു ചേരുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ സ്മരിക്കുന്നത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ നല്ല ഒരു സ്മരണയും കൂടിയാണ്. ഈ സ്മരണ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വെറ്റില വെച്ചല്ലോ, ആ വെച്ചിട്ട് അതിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വേണം, ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ജോലിയെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് മാത്രം നമ്മൾ ജപിക്കാതിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈശ്വരന്മാരായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്താണോ നല്ലൊരു ജോലി ഭഗവാൻ അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഭഗവാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് വന്നു ചേരണേ എന്നുള്ള ഒരു സ്മരണയിൽ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നല്ല രീതിയിലായി തീരാൻ വേണ്ടിയിട്ടുള്ള സമ്പത്തും ഐശ്വര്യവും അതുപോലെ തന്നെ സമാധാനവും ആരോഗ്യവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലി നമ്മളിലേക്ക് വന്നുപെടും എന്നുള്ളതാണ്. ആ വന്നുപെടാനുള്ള ഈ മന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ജപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, ഓം നമഃശിവായ, ഓം നമോ നാരായണായ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. അല്ലെങ്കിൽ ഒരു 8 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ജപിച്ചു കഴിഞ്ഞിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് എണീക്കുക. അപ്പോൾ എന്തായി, ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ഈ സർവ്വചരാചരങ്ങളും നിലകൊള്ളുന്ന ഈ ഭൂമിയിലെ എന്താ പറയുക, എല്ലാ ശക്തികളുടെയും നിലനിൽപ്പിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ അതിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള, ആ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു കഴിവും അറിവും വല്ലതും നമ്മളിലേക്ക് വരികയും ആ ഒരു സൗഭാഗ്യം നമ്മളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ മന്ത്രം ഇതാണ്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓം ക്ലിം ക്ലിം നമ ഓം. ഓം ക്ലിം ക്ലിം നമ ഓം. ഇതാണ് മന്ത്രം. ഈ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടുള്ളൂ. ഈ ജപിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രകാശ ഗോളമായിട്ട് നമ്മളിവിടെ ധ്യാനിച്ചുകൊണ്ട് നമുക്കിത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉയർന്ന ജോലി കയറ്റം എന്നുള്ളത് പണി നന്നായിട്ട് കാര്യമില്ല, ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൂടി അനുഭവിക്കാനുള്ള യോഗം തെളിയുന്ന തരത്തിലുള്ള ഒരു കർമ്മം നമ്മളിലേക്ക് വന്നു ചേരും. അതാണ് ഇതിന്റെ ഭാവന നമ്മളിൽ ഉണ്ടാവുക. പ്രകൃതിയാണ്, ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ എല്ലാ കയറ്റിറക്കങ്ങളിലും നമ്മൾ ഒരു കണ്ണിയാണ്. അതിൽ തൂപ്പുകാരൻ മുതൽ നമുക്ക് ഭരണാധികാരിയായിട്ടുള്ള ഇന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഉള്ള ആളുകളിൽ എല്ലാ തരത്തിലുള്ള തട്ടിലും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രകൃതിയുടെ ഭൂമി നിലനിൽക്കുള്ളൂ എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കുക. ആ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ ചെയ്യുന്ന ജോലി ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ടതാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഒരു ജോലിക്കോ നല്ലൊരു രീതിയിലേക്കുള്ള ജീവിത മാർഗം വന്നു ചേരാൻ വേണ്ടി ഈ കാര്യം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ജോലിയുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും പരിഹരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളും എല്ലാ സർവ്വചരാചരങ്ങളുടെയും ഋഷിയോഗീശ്വരന്മാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ മനോവേദനയോടുകൂടി നടക്കുന്നവർക്ക് ഈ ഒരു ബോധോദയം ഉണ്ടാവാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു അറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വൈജ്യോതിഷ മാന്ത്രികം എന്നത് നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.